മെയ് 3 ഈസ്റ്റർ വാരത്തിലെ 5-ാമത്തെ ഞായറാഴ്ച. യോഹന്നാൻ 14:1-12 വരെ വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകരുത്. ഈ വാക്കുകളിലൂടെ യേശു ഏറ്റവും ആഴമേറിയ മനുഷ്യ അനുഭവത്തിലേക്ക് ഇന്ന് സംസാരിക്കുന്നു. ഭയം, അനിശ്ചിതത്വം, മുന്നിലുള്ളത് എന്താണെന്ന് അറിയാത്തതിൻ്റെ വേദന. പരിചിതമായ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ശിഷ്യന്മാർ ഉത്കണ്ഠാകുലരാണ്. യേശു തൻ്റെ വേർപാടിന് അവരെ ഒരുക്കുകയാണ്. അവൻ അത് ചെയ്യുന്നത് തണുപ്പൻ നിർദ്ദേശത്തിലൂടെ അല്ല, പിന്നെയോ ആർദ്രതയോടെയാണ്. അവൻ അവരെ തന്നിൽ വിശ്വസിക്കാൻ ക്ഷണിക്കുന്നു. ഒരു പദ്ധതിയിലല്ല, മറിച്ച് ഒരു വ്യക്തിയിൽ. എല്ലാ സത്യസന്ധരായ ഹൃദയങ്ങളിലും ഉടലെടുക്കുന്ന ഒരു ചോദ്യം ഇന്ന് തോമസ് ഉന്നയിക്കുന്നു. കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. വഴി എങ്ങനെ ഞങ്ങൾ അറിയും? യേശുവിൻ്റെ പ്രതികരണം ഒരു ഭൂപടം കാണിക്കുകയല്ല, മറിച്ച് ഒരു ബന്ധമാണ് കാണിക്കുന്നത്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അവൻ വഴി കാണിക്കുന്നവനല്ല, പിന്നെയോ അവൻ വഴിയാണ്. മുന്നിലുള്ള വഴി മങ്ങിയതോ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ ആയി തോന്നുമ്പോഴും അവനെ പിന്തുടരുക എന്നാൽ പിതാവിലേക്ക് നയിക്കുന്ന ഒരു പാതയിലൂടെ നടക്കുക എന്നാണ്. ഫിലിപ്പോസ് പിതാവിനെ കാണാൻ ആവശ്യപ്പെടുന്നു. യേശു സൗമ്യമായി സുവിശേഷത്തിൻ്റെ കാതൽ വെളിപ്പെടുത്തുന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യേശുവിൽ അവൻ്റെ കാരുണ്യം, സ്വാഗതം, രോഗശാന്തി, പാപമോചനം, ഇതിലെല്ലാം ദൈവത്തിൻ്റെ മുഖം നമുക്ക് ദർശിക്കാൻ സാധിക്കും. പിതാവ് വിദൂരനോ മറഞ്ഞിരിക്കുന്നവനല്ല, ക്രിസ്തുവിൽ അവൻ വെളിപ്പെടുത്തുന്നു. പിന്നെ യേശു അത്ഭുതകരമായ ഒരു വാഗ്ദാനം നൽകുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, അതിലുപരി അവർ വലിയ പ്രവൃത്തികൾ ചെയ്യും. ഇത് മഹത്വത്തെക്കുറിച്ചല്ല, മറിച്ച് കൃപയെക്കുറിച്ചാണ്. നാം പ്രത്യാശ സംസാരിക്കുമ്പോഴോ കരുണ കാണിക്കുമ്പോഴോ ആരെയെങ്കിലും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോഴോ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സാധാരണ ശിഷ്യരിലൂടെ, നമ്മിലൂടെ തൻ്റെ ദൗത്യം തുടരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഈസ്റ്റർ ദൈവവിളി. യേശു ആവുന്ന വഴിയിൽ വിശ്വസിക്കുക, അവൻ്റെ സത്യത്തിൽ നടക്കുക, അവൻ്റെ ജീവിതം നമ്മിലൂടെ ഒഴുകാൻ അനുവദിക്കുക. ഇന്നത്തെ സുവിശേഷ വായനയിൽ അടങ്ങിയിരിക്കുന്ന സന്തോഷ വാർത്ത ഇതാണ്. ദൈവപുത്രനായ യേശു നമ്മുടെ ലോകത്തിൽ പ്രവേശിച്ച് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചു എന്ന സന്തോഷ വാർത്ത. നമ്മുടേതുപോലുള്ള മാംസവും രക്തവും കലർന്ന ശരീരത്തിൽ യേശു സുവിശേഷ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്നതാണ് സന്തോഷ വാർത്ത. ഭൂമിയിലെ അവൻ്റെ സഭയിൽ നിഗൂഢമായ ശരീരത്തിൽ യേശു ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ഇതാണ് മറ്റൊരു സന്തോഷ വാർത്ത. ദിവ്യകാരുണ്യ ശുശ്രൂഷയിലൂടെ നാം ലോകത്തിൽ ആഘോഷിക്കുന്ന സന്തോഷ വാർത്ത ഇതാണ്. കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ മേശയുടെ സമീപത്ത് കർത്താവിൻ്റെ അത്താഴം കഴിക്കാൻ ഒത്തുകൂടുമ്പോൾ ലോകത്തിന് മുന്നിൽ നാം പ്രഖ്യാപിക്കുന്ന സന്തോഷ വാർത്തയാണ്: യേശു വഴിയും സത്യവും ജീവനുമാണ്. എല്ലാവർക്കും ഈ ദിവസത്തെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.